എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് തിരുനാവായ അമ്പലത്തിലാണ്. ഇവിടെ കുംഭമേള കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഒരുപാട് വർഷമായി നമ്മുടെ നാട്ടിൽ കുംഭമേള വന്നിട്ട്, അപ്പോൾ എല്ലാവരും കൂടി ഇന്ന് കുംഭമേള കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ പോണത്. നമ്മൾ അമ്പലത്തിൽ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 1 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ നേരെ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കാനെല്ലാം പുറത്ത് ഒരു പാടത്ത് വലിയ ഷെഡൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര ആൾക്ക് വേണമെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറാം. ക്യൂ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ നിൽക്കുമ്പോഴേ റോട്ടിൽ തന്നെ വഴി ഉണ്ടായിരുന്നു. അപ്പോൾ വരിയൊക്കെ നിന്ന് നമ്മൾ ചെറിയ കുട്ടികളുള്ള കാരണം നമുക്ക് പെട്ടെന്ന് അവരകത്ത് കയറ്റി. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ ഉള്ളിലിങ്ങനെ വരി നിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരി നിന്നിട്ട് നമ്മൾ ഭക്ഷണം വാങ്ങാണ്. ഒരു 2-3 ഐറ്റമൊക്കെ ഉണ്ട്. ചോറ്, സാമ്പാർ, പിന്നെ ചെറുപയറിൻ്റെ ഉപ്പേരി. അത് ഹൈലൈറ്റ് പറഞ്ഞാൽ അടപ്രഥമൻ്റെ കുറച്ച് പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ വൈഫൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് കുംഭമേള നടക്കുന്നിടത്തേക്ക് പോകാൻ. അവിടെ പുഴയ്ക്ക് കുറുകെ ഒരു പാലം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ പാലം കടന്ന് പോകണം. അപ്പോൾ അവിടെയും തന്നെ ഒരുപാട് വരിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇത് പാത്രം കഴുകുന്ന സ്ഥലമാണ്. വേസ്റ്റൊക്കെ അവിടെ നിക്ഷേപിച്ച് നമ്മൾ വീണ്ടും റിട്ടേൺ തിരിച്ചു വന്ന് അമ്പലത്തിൻ്റെ വഴി കൂടെ പോവാണ്. അപ്പോൾ കുറേ സ്വാമിമാർ പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരുനാവായ അമ്പലത്തേക്ക് എത്തുകയാണ്. ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു അയ്യപ്പ ക്ഷേത്രം കാണാം കേട്ടോ. അയ്യപ്പ ക്ഷേത്രം കവർ ചെയ്തിട്ടാണ് നമ്മൾ നേരെ അമ്പലത്തിന് മുന്നോട്ട് പോണത്. അമ്പലത്തിൽ ഇപ്പോൾ ചിത്രപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ചുവർ ചിത്രങ്ങളൊക്കെ. അതാണ് അവിടെ അവർ ടേർപ്പായ വെച്ച് മൂടിയിട്ടുണ്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളെ തിരുനാവായ പുഴ കേട്ടോ. ഈ മതിലിൻ്റെ താഴെയാണ് നമുക്ക് എല്ലാവരും ബലിയിടാതിരിക്കുന്നത് കേട്ടോ. ബലിയിടുന്നത് ഇതിന് നേരെ താഴെയുള്ള ആ സ്റ്റെപ്പുകളുണ്ടല്ലോ, അവിടെ ഇരുന്നിട്ടാണ് എല്ലാവരും ബലിയിടാറ്. പുഴയിലിപ്പോൾ കുറച്ച് വെള്ളം കുറവാണ്. നമ്മുടെ പുഴേൻ്റെ അക്കരെയാണ് കേട്ടോ. അവിടെ അപ്പുറത്ത് 2 അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിലായിട്ടാണ് നമ്മൾ കുംഭമേളയ്ക്കുള്ള ദീപം തെളിക്കുന്ന ഷെഡൊക്കെ ഇത് കെട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇക്കരെ നിന്ന് നോക്കിയാൽ അവിടെ കാണാം ആളുകളും കുംഭമേള നടക്കുന്ന സ്ഥലമൊക്കെ ഇവിടെയാണ് ആരതിക്ക് ഒഴിയാനുള്ള സ്ഥലം വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പോയിട്ട് ഇനി അപ്പുറത്ത് പോയിട്ട് പാലം കടന്ന് വേണം നമുക്ക് അപ്പുറത്ത് എത്താൻ കേട്ടോ. അപ്പോൾ നമ്മുടെ പാലത്തിൻ്റെ അവിടെയും തന്നെ ക്യൂ ആണ്. അപ്പോൾ വരി നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താൽക്കാലിക ഷെഡാണ് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് സഹായത്തിന് 2 ഭാഗത്തുണ്ട്. അപ്പോൾ പാലത്തിൻ്റെ ഒരു നടുഭാഗത്തൂടെ പോകാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സൈഡിൽ കൂടെ പോകാതിരിക്കാനാണ് അവർ 2 ഭാഗത്തും ആളുകളെ നിർത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ പാലം കയറി പോവുകയാണ് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ തന്നെ ആരതി ഒഴിഞ്ഞ അവിടെ ഒരുപാട് തിരക്കാണ് ഇപ്പോൾ തന്നെ കേട്ടോ. സമയം 2 മണി ആയിട്ടുള്ളൂ. അപ്പോൾ പാലത്തിൻ്റെ 2 വരിയിലായിട്ട് അവിടുന്ന് വരുന്നവർ വലത് സൈഡ്, നമ്മൾ ഇവിടുന്ന് ഇടത് സൈഡിൽ കൂടെ പോകണത് കേട്ടോ. ഒരുപാട് സേവാഭാരതി സഹായികൾ നമ്മുടെ പാലത്തിൻ്റെ ഈ സൈഡിലായിട്ട് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. താൽക്കാലികമായ പാലല്ല. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ സഹായത്തിനും മറ്റുള്ളതിനാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാം ഒരുപാട് ആൾക്കാർ ആരതി ഉള്ളിനോട് നിൽക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ സൈഡിൽ കുളിക്കുന്നുണ്ട്. നമ്മളെ വൈഫിൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഇവിടെ വന്നിട്ട് ഭാരതപ്പുഴയിൽ നിന്ന് കുളിച്ചിട്ട് ആരതി കാണണം എന്നുള്ളത്. അപ്പോൾ അവളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ തിരുനാവായ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആരതി ഉടീണത് കേട്ടോ. ആരതി ഉടീണത് ഇവിടെ വെച്ചിട്ടാണ്. ഒരു 7 ഇതുപോലെ ഷെഡ് കെട്ടിയിട്ടുണ്ടാവില്ല, 7 ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഭയങ്കര പൊരി വെയിലാണ്. അപ്പോൾ ചൂടൊന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒന്ന് കുളിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം. ഇപ്പോൾ
നമ്മൾ താഴേക്ക് ഇറങ്ങാട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, ഞാൻ വരുമ്പോൾ കുളിച്ചതാണ്. അപ്പോൾ ഇവർക്ക് ഇവിടെ നിന്ന് തന്നെ കുളിക്കണമെന്നൊരാഗ്രഹം മക്കൾക്കും വൈഫിനും. അപ്പോൾ അവരിതാ കുളിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങണം. അവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ അവിടെയും തന്നെ അവർ കൂടുതൽ അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ മുളകൊണ്ടൊക്കെ അവർ കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ നമ്മൾ സേവാഭാരതിക്കാർ കാത്തുന്നുണ്ട് കേട്ടോ, സഹായത്തിനുണ്ട്. അപ്പോൾ അവരിത് വെള്ളത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ പിന്നെ കളിക്കാൻ വേണ്ടിയുള്ള പോക്കാണ്. ഇപ്പോൾ വെള്ളം കണ്ടു കഴിഞ്ഞാൽ കളി മാത്രമേ ഉള്ളൂ, കുളിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതാ അപ്പൂസ് കുളിക്കാൻ പോവാണ്. മുങ്ങിക്കഴിഞ്ഞാൽ മുഖം മാത്രമേ മുങ്ങുള്ളൂ, തല മുങ്ങൂല കേട്ടോ. ഫുള്ള് കള്ളനാ, കള്ളക്കുളിയാണ്, കള്ളക്കുളി. മുങ്ങണില്ല, കുറേ നേരമായി മുഖം പിടിച്ച് നിൽക്കുന്ന ആള്. ഇത് മുങ്ങണ്ട. അപ്പോൾ അവളെ ആഗ്രഹം പോലെ തന്നെ അവർ കുളിക്കാൻ വേണ്ടി പോവാണ്. മുങ്ങന്റെ എപ്പോഴും കൂടിയൊന്നും ആയിട്ടില്ല കേട്ടോ. മറ്റേ കൂറ കറങ്ങണ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതാണ് അവന്റെ കൂലി. മുഖം മാത്രം കവർ ചെയ്തു, ബാക്ക് ഭാഗം നനഞ്ഞിട്ടില്ല. അപ്പോൾ അതാ വൈഫും കുട്ടികളും കുളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു. മൂന്നാളും മുങ്ങിക്കാണേ. അപ്പോൾ കുളി കഴിഞ്ഞു. അപ്പോൾ അവർ തിരിച്ചു വരികയാണ്. ഇനി അവർ ഡ്രസ്സ് മാറാൻ അവിടെ ഒരു ഷെഡായി കെട്ടിയിട്ടുണ്ട് ലേഡീസിന്. അപ്പോൾ അവർ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇതാ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് ചണ്ട സ്വാമിമാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ അനുഗ്രഹം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരാൾ അവർ ഭസ്മം കൊണ്ടിരിക്കുന്നുണ്ട്, ഭസ്മം ഇട്ട് കൊടുക്കുക. മറ്റാൾ സിന്ദൂരാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവരും ഭസ്മം തന്നെയാണ്. കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സിന്ദൂരം തുറന്ന ആൾക്കാരുണ്ട് കേട്ടോ. ദീർഘസുമംഗലി ആയിട്ട് വാഴാനുള്ളൊരു സിന്ദൂരമുണ്ട്, സിന്ദൂരം തുറന്ന സായിമാരുണ്ട് അപ്പുറത്ത്. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഒരുപാട് സായിമാർ വന്നിട്ടുണ്ട്. ഇതാ ഈ സായിമാണ് നമ്മൾ സിന്ദൂരം തൊടണം കേട്ടോ. നെറ്റിയിൽ സിന്ദൂരം ചാർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവൾക്കൊരാഗ്രഹമുണ്ട് നെറ്റിയിൽ ചന്ദനം കൊണ്ടൊരു ശിവലിംഗം പോലത്തെ ഒരു സാധനം വെച്ചിട്ട് പ്രസ് ചെയ്ത് ചന്ദനം കൊണ്ട്. അപ്പോൾ അത് ഇടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് തപ്പിങ്ങനെ പോവുകയാണ്. അപ്പോൾ അത് ഇട്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ അതാ ഏകദേശം ഇപ്പോൾ തന്നെ ആൾക്കാർ നിറഞ്ഞു കേട്ടോ. ഫ്രണ്ട് ഭാഗം നിറഞ്ഞു. വെയിലൊന്നും ആൾക്കാർക്കൊരു വിഷയമല്ല. അപ്പോൾ എല്ലാവരും വെയിലത്ത് തന്നെ പിരിക്കുകയാണ്. അപ്പോൾ നമ്മളും സീറ്റ് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ മുഴുവൻ ആളായി. ഞങ്ങൾ കുളിക്കാൻ പോകുമ്പോൾ ഇവിടെ നിന്ന് ആളുണ്ടായിരുന്നില്ല. ഫുള്ള് ആളുകളൊക്കെ നിറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ പൊട്ട്. അത് ഇടാൻ വേണ്ടിയിട്ടാണ് വീണ്ടും രണ്ടാമത് ഞങ്ങൾ പോയത്. ആദ്യം ചെന്നപ്പോൾ കണ്ടില്ല കേട്ടോ. അപ്പോൾ രാത്രിയായി 6:30 മണി എന്നാണ് അവർ പറഞ്ഞത്. 6:30 മണിക്ക് ആരതി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ആരതി കാണാനാണ് ഇത്രയും ലക്ഷം ആൾക്കാർ നമ്മൾ തിരുനാവായി എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങളുടെ 2028 ഇതിലും വലിയ മാമാങ്കം തിരികൊളുത്താനാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു 1000, 2000, 3000 ആൾക്കാരൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇവർ മാമാങ്കം തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ദിവസം ഇവിടെ 3 ലക്ഷത്തിൽ മുകളിൽ ആൾക്കാർ വന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവർ 2028 ഇതിലും വലിയൊരു മാമാങ്കം ഉണ്ടാവുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആഗ്രഹം പോലെ ആരതി ഒഴിയണത് കണ്ടു, മനസ്സ് നിറഞ്ഞു. അപ്പോൾ അത് ആരതി കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ളത്. ഇത് കഴിയുമ്പോഴത്തേന് ഏകദേശം
6:30 തുടങ്ങിയതാണ്. ഒരു 8 മണി 8-8:30 വരെ ആരതി ഉണ്ടാവുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തിരക്ക് കൂടുതലായിരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ വേഗം ആരതി മാത്രം ഒഴിയുന്നത് കണ്ടിട്ട് വേഗം നമ്മൾ പാലം കടക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പാലം കടക്കണം എന്നാണ്. അപ്പോൾ പാലം കടന്നിട്ടില്ലെങ്കിൽ ആ തിരക്കിൽ കൂടെ ഇതായിരിക്കും. അപ്പോൾ നമുക്ക് ആരതി മാത്രം ഒഴിയണത് കണ്ടിട്ട് വേഗം നമുക്ക് പാലത്തിൻ്റെ അപ്പുറം കിടക്കണം. കാരണം ഒരുപാട് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് വന്നിട്ടുള്ളത്.